ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ കോളേജ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നാളെ തൊട്ട് ഞാൻ കോളേജിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യാണ്. വെക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് മൺഡേ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ മൺഡേ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊച്ചിയിൽ ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു, ഒരു മൂവി പ്രൊമോഷൻ. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. സോ ഒബ്വിയസ്ലി ട്യൂസ്ഡേയും പോയിട്ടുണ്ടാവില്ല. കാരണം ഇന്ന് ഞാൻ ട്യൂസ്ഡേ ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെയാണ് നമ്മൾ കൊച്ചിയിലൊക്കെ പോയിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയത്. കാരണം ഇന്നലെ രാവിലെ നേരത്തെ പോയിട്ട് നമ്മൾ രാത്രി ആകുമ്പോഴത്തേനൊക്കെ എത്തി. അപ്പോൾ ഒബ്വിയസ്ലി ഞാനൊന്ന് ടയേർഡായിരിക്കുമല്ലോ. അപ്പോൾ നാളെ തൊട്ടാണ് ഞാൻ കോളേജിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യണത്. പോകാമെന്ന് വിചാരിച്ചു. കാരണം 2 ദിവസം റെസ്റ്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെന്താണെന്ന് വെച്ചാൽ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സെൽഫ് കെയർ ബോഡി കെയറിനും അല്ലെങ്കിൽ ഹെയർ കെയറിനും ഒന്നും ടൈം ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഹെയർ കെയറും എല്ലാ കെയറും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോളേജിൽ പോകേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക, കോളേജിൽ പോണതിൻ്റെ മുന്നേ ഉള്ള കുറച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വലിയൊരു കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെയാണ് നമ്മൾ ഈ സ്കൂള് കോളേജൊക്കെ തുറക്കുമ്പോൾ ബാഗ് മേടിക്കും, പൗച്ച് മേടിക്കും, ടിഫിൻ ബോക്സ് മേടിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്രാവശ്യമൊന്നും കോളേജ് ഓപ്പൺ ആവുക അങ്ങനെ ഇല്ല കേട്ടോ. അതോ ആസ് യൂഷ്വൽ എന്നത്തെയും പോണ പോലെ പോണു. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റി അല്ലേ, എന്ന് വെച്ചാൽ 4th സെമ്മിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇനിയുള്ളത്. അപ്പം അത് കാരണം നമുക്കൊരു പുതിയതായിട്ട് നമ്മൾ കോളേജ് തുറന്ന് പോവുകയാണെന്നുള്ളൊരു ഫീലൊന്നുമില്ല. പിന്നെ എനിക്കുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ആയി കോളേജിൽ പോയിട്ട്. എന്ന് വെച്ചാൽ വെക്കേഷന് മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു ന്യൂലി പോണ പോലെ ആയിരിക്കും, പക്ഷെ സാധനങ്ങളൊക്കെ സെയിം ആണ്. ഇപ്പം ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് വെച്ചാൽ ഒറ്റപ്പാലം പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മേടിക്കാം, ബാഗ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല. കാരണം വേറെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. മേ ബി ഞാനൊന്ന് ഒറ്റപ്പാലം പോയിട്ട് എനിക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ കുറച്ച് മേടിക്കുമായിരിക്കും. ചിലപ്പോൾ പോവില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എപ്പോഴേലും മേടിക്കുമായിരിക്കും. സോ നമ്മൾ കോളേജിൽ പോണതിൻ്റെ ഉള്ളിലുള്ളൊരു ചെറിയൊരു പ്രിപ്പറേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വാവുകുട്ടി, നമ്മുടെ മമ്മിക്കുട്ടി ഇതാണ്ടോ കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് ഇരിക്കുന്നു. ഇവളില്ലേ നാളികേരം ചെറിയ തരാപറിന് ഒപ്പിച്ചു. അപ്പൊ ഞാൻ കത്തി. പിന്നെ വാവക്കുട്ടിക്ക് എങ്ങനെയായിരുന്നു, എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഏപ്രിൽ ഫുള്ളായിരുന്നു എനിക്ക് ലീവ്. വാവക്കുട്ടിക്ക് എങ്ങനെയാ വെച്ചാൽ ഏപ്രിലായിരുന്നു എനിക്ക് ലീവ്. വാവക്കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഏപ്രിലിൽ ക്ലാസ്സും സ്പെഷ്യൽ ക്ലാസ്സും കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് മെയിലാണ് കേട്ടോ ലീവ്. അതുകൊണ്ട് തന്നെ എൻ്റെ വെക്കേഷൻ കഴിയുമ്പോഴാണ് വാവക്കുട്ടിയുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം ഞാൻ അവൾ കോളേജിൽ പോയ ഒരു ഗോഡാലി ഉണ്ടാവും നടത്താം. അപ്പോൾ എൻ്റെ അപ്പോൾ എൻ്റെ വാവക്കുട്ടി കോളേജിൽ പോകുന്നുണ്ടായിരുന്നപ്പോൾ ഞാൻ വെക്കേഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ വെക്കേഷൻ എൻജോയ് ചെയ്യായിരുന്നു വാവക്കുട്ടി കോളേജിൽ പോകുമ്പോൾ. പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾ വെക്കേഷൻ എൻജോയ് ചെയ്യണം ഗൈസ്. അവൾ എന്തൊക്കെയോ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കണം. അപ്പോൾ എനിക്ക് ഇനി അങ്ങനെ ഇരുത്താൻ പറ്റില്ലല്ലോ. എനിക്ക് ഇനി കോളേജിലൊക്കെ പോകണ്ട. എൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം. അതോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ 2 യൂണിഫോം അടിച്ചു. അപ്പോഴാണ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ യൂണിഫോം ഫസ്റ്റ് ഇയർ കഴിയണതിന് മുന്നേ എനിക്ക് പിന്നെയും യൂണിഫോം അടിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റ് ആയിട്ട്. സോ എന്തായാലും അതൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ കോളേജും കാര്യങ്ങളൊക്കെ പോണതിൻ്റെ ഉള്ളിൽ തന്നെ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെയർ അങ്ങോട്ട് സെറ്റാക്കി അടിപൊളിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ് അടിപൊളിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ എൻ്റെ ഹെയറിൽ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേരുണ്ടാവില്ലേ, ഒരു മിനിറ്റ് ഇതെന്തത് ഇങ്ങനെയായത്. ഇപ്പോൾ ഒരുപാട് പേരുണ്ടാവില്ലേ ഇപ്പോൾ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, ഹെയർ കളർ അങ്ങനെയൊക്കെ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ആഫ്റ്റർ കെയർ കൊടുക്കണം. അത് കൊടുക്കാതിരുന്ന നമ്മളുടെ ഹെയർ ഈ ഡ്രൈനെസ്, ഫ്രിസിനെസ്, അതേപോലെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു വിധത്തിലാവും നമ്മളുടെ ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ആഫ്റ്റർ കെയർ കൊടുക്കണം. ഇപ്പോൾ ഈ ഫ്രിസിനെസ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ
വെച്ചാൽ സാലൂണിലൊക്കെ പോയിട്ട് സ്പാ ചെയ്താൽ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ സ്പാ ഒക്കെ പോയി ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 3 to 4 months കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓരോ മന്ത്ലി നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതേപോലെ ചിലപ്പോൾ നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ടൈം ബാലൻസ് ചെയ്യാനോ എന്ന് വെച്ചാൽ ടൈം ഇപ്പോൾ സാലൂണിലൊക്കെ പോയ ഒരു ദിവസം ഫുള്ള് നമ്മളുടെ പോകല്ലേ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമുക്ക് ടൈമിൻ്റെയും ഒരു ബുദ്ധിമുട്ട് വരണോണ്ട് നമുക്ക് ഈ സാലൂണിലൊന്നും പോയിട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ന്യൂഡിന്റെ 10 minute DIY അഡ്വാൻസ്ഡ് ഹെയർ സ്പാ കിറ്റ് ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സാലൂണിലും കാര്യങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. ടൈം അധികം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ 4 steps ആണ് കേട്ടോ വരുന്നത്. ആദ്യം സ്ക്രബ്, പിന്നെ ഷാംപൂ, കണ്ടീഷണർ, സെറം. ഇത്ര 4 steps ആണ് വരുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി കേട്ടോ. നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിനാണ്, എന്ന് വെച്ചാൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് ഈ ഒരു പാക്കേജിങ് വരുന്നത്. ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. അത് വരാനുള്ള കാരണം പൊറോസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാരണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഹെയറിന് മറ്റേ ഈ ന്യൂട്രീഷ്യൻസ്, മോയ്സ്ചറൈസിങ് ആ ഒരു ഇതൊക്കെ അബ്സോർബ് ചെയ്യേണ്ട കപ്പാസിറ്റീനെയാണ് പറയുന്നത് ഈ പൊറോസിറ്റി എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു കുറവ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പ്രോബ്ലം നമുക്ക് ഫ്രിസിനെസ്, അതേപോലെ അങ്ങനത്തെ നമുക്ക് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇതേപോലെ 4 packets വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വരുന്നത് ഹെയർ സ്കാൽപ്പ് സ്ക്രബാണ്, പിന്നെ ഹെയർ സ്പാ ഷാംപൂ, ഹെയർ സ്പാ കണ്ടീഷണർ, ഹെയർ സിറം. ഇതേപോലെ 4 packets ആണ് വരുന്നത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, അങ്ങനെ. അപ്പൊ ഫസ്റ്റ് 3 സ്റ്റെപ്സിലും 3 minute ആണ് ഡ്യൂറേഷൻ വരുന്നത്. ലാസ്റ്റത്തിൽ നമുക്ക് 1 minute ആണ് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാം പാക്കറ്റിൽ ഇതുണ്ടോ ബാക്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളുടെ ഈ ഒരു പാക്കറ്റിന്റെ ബാക്കിൽ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ക്രബാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബാണ്. അതിൽ ടൈനി കോഫി ബീറ്റ്സ് ഉള്ളത് കാരണം തന്നെ നിങ്ങളുടെ സ്കാൽപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്ക്രബ് ചെയ്ത് സ്മൂത്തനിങ് ചെയ്യും. ജെന്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക 3 minutes കേട്ടോ. നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. ഹെയറിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷാംപൂ ആണ്. അത് നമ്മളുടെ ഹെയർ സ്ട്രാൻഡ്സിനെ സോഫ്റ്റൻ ചെയ്യും, സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്തിട്ട് ഓവറോളുള്ള ഡ്രൈ ആൻഡ് ഫ്രിസിനെസ് ഒക്കെ മാറ്റി നമ്മളുടെ ഈ പൊല്യൂഷൻ ഡേർട്ട് എന്നൊക്കെ ഉണ്ടാകുന്ന ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. എന്നിട്ട് അത് വാഷ് ഓഫ് ചെയ്ത് കളയുക കേട്ടോ. തേർഡ് സ്റ്റെപ്പ് കണ്ടീഷണർ ആണ്. അത് ലോ ഹെയർ പൊറോസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ ഹിബിസ്കസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മെലാലിൻ ക്രിയേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെയർ ഹൈഡ്രേറ്റഡ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. നാച്ചുറൽ ഗ്ലോ ആഡ് ചെയ്യും കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് സെറം ആണ്. നിങ്ങളുടെ കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം സെറം അപ്ലൈ ചെയ്യുക. അത് ടോട്ടലി അബ്സോർബ് ആവാൻ വിടണം കേട്ടോ. ഇതിൽ അർഗൻ, ജോജോബ, അവക്കാഡോ, കോക്കനട്ട് ഓയിൽ ഉള്ളത് കാരണം നിങ്ങളുടെ ഹെയറിനെ ഡാമേജ് ഹെയറിനെ ഡെയിലി പ്രൊട്ടക്ട് ചെയ്യും. ഡാൻഡ്രഫ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഹെയർ സ്പാസ് ചെയ്യുന്നത് നമ്മളുടെ ഹെയറിനെ ഡീഹൈഡ്രേഷൻ ഒക്കെ മറ്റേ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും അതേപോലെ നമ്മുടെ ഹെയറിനെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കി വെക്കാനുമാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ ഹെയർ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സലൂണിലൊന്നും പോയി കഷ്ടപ്പെടേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ജിമ്മിൽ പോകണം. ഗൈസ് ജിമ്മിന് പോയി ഞാൻ വിചാരിച്ചു നാളെ രാവിലെ അല്ലേ കോളേജിൽ പോണേ. അപ്പം ഞാൻ വിചാരിച്ചു ജിമ്മിന് പോയി വന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ മമ്മി ഇവിടെ എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്. ഹായ് ഗേൾ. ഇതെന്താ ഉണ്ടാക്കുന്നേ? പാൽക്കപ്പ. ഓക്കെ ഗൈസ്, അപ്പം മമ്മി അവിടെ പാൽക്കപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും മമ്മി ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. അതിന് മുന്നേ എനിക്കൊരു ഹെയർ കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ബൈ ബൈ. ഹെയർ കെയർ ചെയ്യാം. നമ്മൾ ജിമ്മിന് പോവാണ്. ഞാൻ ബാഗൊക്കെ മാറ്റിട്ടോ, വേറെ ബാഗായിരുന്നില്ലേ, അപ്പോൾ ഈ ബാഗാക്കി.
ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി ഓഫായിരിക്കുക. ഓട്ടോമാറ്റിക്കലി അല്ല, ഞാൻ ഓഫാക്കിയതാണ്. സോ ലെറ്റ്സ് ഗോ ടു ജിം. യെസ്, ഇനിയിപ്പം ഇപ്പോഴൊക്കെ നല്ല ലാവിഷായിട്ട് പോകാനുള്ള ടൈമൊക്കെ കിട്ടും. ഇനി നാളെ വേഗം കോളേജിൽ നിന്ന് വന്ന് പൊരിഞ്ഞു പിടിച്ച് ജിമ്മിന് പോകണം. യാ, പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് പോകണ്ടേ, നമുക്ക് നമ്മുടെ കരിയർ ഫ്യൂച്ചറൊക്കെ നോക്കണ്ടേ. ആ പക്ഷെ നമ്മൾ ജിമ്മിന് പോയൊരു സുഖമാണ് ഗൈസ്. നമ്മുടെ ബോഡിയൊക്കെ എന്തൊക്കെയൊന്ന് വർക്ക് ചെയ്തു എന്നുള്ളൊരു ഫീലൊക്കെ വരും നമുക്ക്. പെർഫ്യൂം അടിക്കട്ടെ. ഞാനായിരുന്നു എക്സ്റ്റൻഷൻ ചെയ്യേണ്ടത്. അതെ, ഞാനത് കയറ്റി വിട്ടു. നീയാണോ കയറ്റിട്ട്? ഹലോ ഗൈസ്, അപ്പം ഞാൻ ജിമ്മ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മഴയായിരുന്നു പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഇനി നാളെ കോളേജിൽ പോകാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ വയ്യാണ്ടാവുക, എന്താണാവോ, ഐ മീൻ പനി വരുന്ന പോലെയോ. അപ്പം ഇനിയിപ്പോൾ മഴ കൊണ്ടിട്ടാണോ എന്താണോ എന്നറിയില്ല. നോട്ട് ഫീലിംഗ് ഗുഡ് എന്ന് പറയില്ല, അതുപോലെ എന്ന് വെച്ചാൽ ഒരു സുഖമില്ല. കൈയും കാലും മുഖം എന്ന് പറയുന്നത് കൈയും കാലൊക്കെ വേദനിക്കുക, എന്തോ ഒരു ടയേർഡായ പോലെ. പക്ഷെ നാളെ പോകണമെങ്കിയോ എന്തായാലും സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചില്ലെങ്കിൽ നാളെ രാവിലെ കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ ഇന്നെല്ലാം റെഡിയാക്കി വെച്ചാൽ നാളെ കുറച്ച് ലേറ്റായിട്ട് നീറ്റായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എൻ്റെ യൂണിഫോം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ യൂണിഫോം നല്ല സൂപ്പർ ആക്കിയിട്ട് ഹാങ്ങറിൽ ഹാങ് ചെയ്ത് വെച്ചതായിരുന്നു എൻ്റെ റാക്കിൽ. വാവക്കുട്ടി അതിനെ എവിടെ ചുട്ടി കൂട്ടി വെച്ചിരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവളുടെ യൂണിഫോം നല്ല സേഫായിട്ട് നല്ല രീതിയിൽ ഞാൻ മടക്കിയെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ എൻ്റെ യൂണിഫോമിനെ വെച്ചിരിക്കുന്ന കണ്ട വിഷമം വരുന്നു. കാണിച്ചു തരാം. ഇത് കണ്ടോ, അവൾ എൻ്റെ യൂണിഫോം ചുരുട്ടി മടക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഗൈസ് ഇതുണ്ട്, ഞാൻ സൂപ്പറായി പാൻറ് എല്ലാം നല്ല വൃത്തിയിൽ മടക്കിയെടുത്ത് വെച്ചിരിക്കുക. നോക്ക് ഇവിടേക്ക് അവള് ചുരുട്ടി എടുത്തു വെച്ചിട്ട് അതിൻ്റെ കോലം നോക്കിപ്പോൾ. ഇപ്പോഴെങ്കിലും എടുക്കാൻ തോന്നിയത് ഭാഗ്യം. ഇനി നാളെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നാളെ യൂണിഫോം ഇടാണ്ട് പോകേണ്ടി വന്നായിരുന്നു. ടീച്ചറാണെങ്കിൽ സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട്, എന്ത്, ബി ഓൺ പഞ്ച്വൽ ടൈം ആൻഡ് വെയർ ഫുൾ യൂണിഫോം എന്നൊക്കെ. അതുകൊണ്ട് നാളെ ഇടാതിരിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ ഇതിട്ട് നോക്കിയാലേ അറിയുള്ളൂ ഇനി അതെനിക്ക് കൊള്ളൂല്ലേന്ന്. ചിലപ്പോൾ കൊള്ളത്തുമില്ല. അവിടെയൊക്കെ എന്തൊക്കെയാ നോക്കിയേ, ഇതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ, എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, ഇത് ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വാഷ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇത് ശരിക്കും ഒരു വാഷ് ചെയ്യേണ്ട ഇതുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നാളത്തെ ഒരു ദിവസത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് കുടഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ മേ ബി ഈ വീക്കോ നെക്സ്റ്റ് വീക്കോ ഒക്കെ ആയിരിക്കും നമ്മൾ കോളേജിൽ നിന്ന് IP പോകുന്നത് ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അടിപൊളിയായിട്ട് ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ യൂണിഫോമൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കട്ടെ. എന്നിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ടയേർഡാവുക. എന്നിട്ട് വേഗം കുളിച്ച് ഫുഡ് കഴിച്ച്. മമ്മി ഇന്ന് പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ദിവസം മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പാൽക്കപ്പയും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ട് മമ്മി പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിക്കാൻ ഞാൻ ജിമ്മിന് പോയിട്ട് വരുമ്പോൾ ബീഫ് മേടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം നമുക്കിത് കഴിഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ പിറ്റേ ദിവസം ആ യൂണിഫോം തന്നെ ഇട്ട് ഞാൻ കോളേജിലേക്ക് പോയി ഗൈസ്. ഷൈൻ എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ ദിവസത്തിന് എൻ്റെ സൗണ്ട് ചെറുതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്നലെ തൊള്ളയിട്ട് എൻ്റെ വകയാണ്, സൗണ്ട് ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.